വെൽക്കം ബാക്ക്. ഞാൻ ഉഷ രഘുനന്ദനൻ. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത് +2 മോഡൽ എക്സാമിന്റെ 12th ക്വസ്റ്റ്യനും അതേപോലെ തന്നെ 13th ക്വസ്റ്റ്യനും. അപ്പോൾ 12th ക്വസ്റ്റ്യൻ പറയുന്നത് ഇതാണ്. ഈ ഒരു ചാപ്റ്ററിന് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എന്തായാലും മസ്റ്റ് ആയിട്ടും ഒരു ക്വസ്റ്റ്യൻ 4 മാർക്കിന്റെ ഇതുണ്ടായിരിക്കും. എലിപ്സ് മാത്രമാണ് അധികം ചോദിച്ച് കാണാറ്. മാത്രം നിങ്ങൾക്ക് പഠിക്കാമല്ലോ ഈ ഒരു ചാപ്റ്റർ, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ. അപ്പോൾ ഫൈൻഡ് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ എലിപ്സ് x² + 4x² ഡിവൈഡഡ് ബൈ 4 + y² ബൈ 9 = 1 യൂസിങ് ഇന്റഗ്രേഷൻ. അപ്പൊ നമ്മുടെ ഫോർമുല അക്കോർഡിംഗ്ലി നമുക്കറിയാം x² ബൈ a² പ്ലസ് അല്ലെ എലിപ്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y² b² = 1 ആണ്. അപ്പൊ a² ഇവിടെ 4ഉം b² 9ഉം ആയതിനാൽ നമുക്ക് പറയാം a = 4ഉം b = ഇവിടെ 3ഉമാണ് അല്ലെ. ഇനി പറയണത് എന്തിന്റെയാണ്? എലിപ്സിന്റെ. എലിപ്സിന്റെ കാര്യം a = 2ഉം അതേപോലെ തന്നെ y = എത്രയാണ്? b എന്ന് കിട്ടി. അപ്പൊ എലിപ്സ് ആവുമ്പോ നമുക്ക് ഏകദേശം ഈ ഒരു ഷേപ്പിൽ കിട്ടും അല്ലെ. കാരണം ഇവിടെ a കുറവാണ്, a എന്ന് പറയുന്നത് 2 ആണ്, y എന്ന് പറയുന്നതാണ് എന്ത് 3 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു ക്വാഡ്രന്റിന്റെ ആദ്യം കണ്ടുപിടിക്കുക, അതിന്റെ ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇതിന്റെ ഏരിയ കാണാൻ നമ്മൾ എന്താണ്? 4 ക്വാഡ്രന്റ് y വിത്ത് റെസ്പെക്ട് ടു dx. അപ്പൊ ഇവിടെ ഈ ഒരു ഏരിയനെ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഒക്കെ 0 to 2 എന്ന് കൊടുത്താൽ മതി. ഈ 0 to 2 y വിത്ത് റെസ്പെക്ട് ടു dx കൊടുക്കണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഈ ഇക്വേഷന് yന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലെ. അപ്പൊ ഈ ഇക്വേഷൻ ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് y² ആദ്യം നമുക്ക് അവിടെ വെക്കാം. y² ബൈ 9 = 1 - x² ബൈ 4 എന്ന് കിട്ടും. അപ്പോ y² = 9 ഇവിടേക്ക് വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത 4 - x² ബൈ 4 എന്ന് കിട്ടും. അപ്പൊ y² ഇതാണെങ്കിൽ y എന്തായിരിക്കും? y = 3/2 √4 - x² എന്ന് കിട്ടും. ഇനി ഇങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, √a² - x² എന്നുള്ളത്. അപ്പൊ ആ ഒരു റൂള് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ അപ്ലൈ ചെയ്യും, ഇതിവിടെ കൊടുക്കുമ്പോൾ. അപ്പൊ ആ റൂള് നമ്മളുടെ എന്തായിരുന്നു? √a² - x² അല്ലെ. ഈ ഒരു റൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് x/a √a² - x² പ്ലസ് a²/2 a² ആണ്, a²/2 sin ഇൻവേഴ്സ് x/a. ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ എന്ത് ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യും. അപ്പൊ = 4 ടൈംസ് 0 to 2 y നമുക്ക് ഇവിടെ കിട്ടിയ വാല്യൂ എന്താണ്? 9/2 √2² - x². ഈ 9/2 നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. അപ്പോൾ ഇവിടെ എടുക്കുമ്പോ ഇവിടെ 9/4 അല്ലേ, അപ്പൊ ഇത് 3/2 കിട്ടും. 3/2 അല്ലേ, 9 അല്ലേ, 9ന്റെ സ്ക്വയർ റൂട്ട് 3/2 കിട്ടും. ഇവിടെ 3/2. അപ്പൊ 12/2 √2² - x². 12/2 എന്ന് പറഞ്ഞാൽ ഇത് എന്തായി മാറി? 6 × 2² - x². അപ്പൊ ഈ 2² - x²ന് 2 എന്ന് പറയുന്നത് നോക്കൂ, ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യുക. ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമുക്ക് ഏത് പറയുന്നതാണ്? a² എന്ന് പറയുന്നതാണ് ഇവിടെ നമ്മുടെ 2². അപ്പൊ ഏത് സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്താൽ മതി? 2 എന്ന് കൊടുത്താൽ മതി. മറ്റേ എക്സിന്റെ സ്ഥാനത്ത് എന്താണ്? എക്സ് തന്നെ. അപ്പൊ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പിന്നെ എളുപ്പമാണല്ലോ. ഇന്റഗ്രേഷൻ ഉണ്ട് കേട്ടോ അവിടെ, ഇന്റഗ്രേഷൻ, ഇവിടെ ഇന്റഗ്രേഷൻ. അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കാം? 6. ഇതിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇവിടെ നോക്കുക, x/a അല്ലെ. അപ്പൊ x/a എന്ന് പറഞ്ഞാൽ ഇവിടെ x/a സ്ഥാനത്ത് എന്താണ്? 2 ആണ്. √2² - x² പ്ലസ് ഇവിടെ a² അവിടെ നമ്മുടെ a² എന്താണ്? ഇവിടെ 2² ആണ്. 2² എന്ന് പറഞ്ഞാൽ 4/2 അല്ലെ. അപ്പൊ ഇവിടെ 2 ഉണ്ട്. സൈൻ ഇൻവേഴ്സ് x/a. x/a എന്ന് പറഞ്ഞാൽ ഇവിടെ x/ നമ്മൾ എന്താണ്? 2 ആണ്. ഓക്കെ, x/ എന്താണ്? 2 ആണ്. അപ്പൊ അത് നമ്മൾ എഴുതിയല്ലോ. ഇനി നെക്സ്റ്റ്, അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. നമ്മുടെ ലിമിറ്റ് എന്താണ്? 0 to 2 ആണ്. ഇവിടെ 0 to 2 ഉണ്ട്, 0 to 2 ആണ്. ഇനി ഈ ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത് നോക്കാം. അപ്പോ 2 ഇവിടെ ഫസ്റ്റ് അപ്പർ ലിമിറ്റ് ആദ്യം കൊടുക്കുക. 2/2 1. അപ്പൊ ഇത് 1 ആയി. 2² - 2² 0. അപ്പൊ ഇവിടെ കൊടുക്കേണ്ട ആവശ്യം തന്നെ ഇല്ല, കാരണം അവിടെ നമ്മൾ 0 കിട്ടുന്നുണ്ട്. ഈ 4/2 എന്ന് പറഞ്ഞാൽ 2 സൈൻ ഇൻവേഴ്സ് 2/2 അല്ലെ, മൈനസ്. ഇനി ഇവിടെ 0 കൊടുത്താൽ ഇത് എന്തായാലും 0 ആവും. അതേപോലെ തന്നെ സൈൻ 0 0 ആണ്.
അവിടെ നമുക്ക് എന്ത് ചെയ്യില്ല, അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം വാല്യൂ എന്തായിരിക്കും, നമ്മുടെ 0 ആണ് അവിടെ വരാൻ പോണത്. അപ്പൊ ഈക്വൽ ടു 6 ഇൻറ്റു, ഇനി ബാക്കി എന്താ ഉള്ളത്, സൈൻ ഇൻവേഴ്സ് 2/2 1. ഈ കാര്യമാണ് നമുക്ക് ഇവിടെ ബാക്കിയുള്ളത്. അപ്പൊ ഇനി 6 ഇൻറ്റു 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1. സൈൻ ഇൻവേഴ്സ് 1ന്റെ വാല്യൂ എന്താണ്, 1. സൈൻ എപ്പോഴാ 1 ആവുക, π/2. ഓക്കെ, 2 ക്യാൻസൽ. എത്ര സ്ക്വയർ യൂണിറ്റ്സ് ആണ് വരിക, 6π സ്ക്വയർ യൂണിറ്റ്സ് വരും. ഓക്കെ, അപ്പൊ ലിമിറ്റ് മാത്രം ചേഞ്ച് ചെയ്തിട്ട് ഇതേ ടൈപ്പ് ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, y കണ്ടുപിടിക്കണം, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഏത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കുക. അതിന് അപ്ലൈ ചെയ്ത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്താൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. ഇനി നമ്മുടെ 13th ക്വസ്റ്റ്യൻ, ലെറ്റ് എ വെക്ടർ എ ഇസ് ഈക്വൽ ടു i cap plus j cap plus k cap ആണ്. ബി തന്നിട്ടുണ്ട്, രണ്ട് വെക്ടേഴ്സ് ആണ്, അഡീഷൻ ചെയ്യണം, അതേപോലെ തന്നെ സബ്ട്രാക്ഷൻ ചെയ്യണം. സിമ്പിൾ ആണല്ലോ. നമുക്ക് എ പ്ലസ് ബി ചെയ്താൽ ഫസ്റ്റ് ക്വസ്റ്റ്യന് വെക്ടർ എ പ്ലസ് വെക്ടർ ബി, ഇത് രണ്ടും ആഡ് ചെയ്താൽ i പ്ലസ് ഐ 2i, അതേപോലെ തന്നെ i പ്ലസ് 2j 3j പ്ലസ് k പ്ലസ് 3k 4k. പിന്നെ വെക്ടർ എ മൈനസ് വെക്ടർ ബി, എ മൈനസ് ബി ഐ മൈനസ് ഐ 0i, ജെ മൈനസ് 2j മൈനസ് 1j, കെ മൈനസ് 3k മൈനസ് 2k, ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പൊ എ പ്ലസ് ബിയും എ മൈനസ് ബി നമുക്ക് കിട്ടി. ഇനി സെക്കൻഡിൽ എന്താ പറയുന്നത്, ഫൈൻഡ് യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു വെക്ടർ എ പ്ലസ് ബി ആൻഡ് വെക്ടർ എ മൈനസ് ബി. അപ്പൊ പെർപെൻഡിക്കുലർ ആവുമ്പോ നമുക്ക് അതിന് എന്ത് കണ്ടുപിടിക്കേണ്ടി വരും, ക്രോസ് പ്രൊഡക്റ്റ് കാണണം അല്ലെ. ക്രോസ് പ്രൊഡക്റ്റ് നമ്മൾ കാണണമെങ്കിൽ മെട്രിക്സ് എടുക്കണമല്ലോ, ഐ ജെ കെ. എ പ്ലസ് ബിന്റെ ഏതൊക്കെയാണ് വരിക, 2 3 4 ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ, എ പ്ലസ് ബി. പിന്നെ ഇതെന്താണ്, 0 -1 -2 ഇങ്ങനെ വരും. ഇനി ഇതിനെ നമുക്കൊന്ന് സോൾവ് ചെയ്തെടുക്കണം. ഐ -6 പ്ലസ് 4 മൈനസ് ജെ -4 പ്ലസ് 0 എഴുതേണ്ട ആവശ്യമില്ല, പ്ലസ് കെ -2 മറ്റേ ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് എന്ത് കിട്ടും, -2i പ്ലസ് 4j മൈനസ് 2k എന്ന് കിട്ടി. ഓക്കെ, ഇനി എങ്ങനെയാണ് നമുക്ക് ഇവിടെ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു, അപ്പൊ വെക്ടർ യൂണിറ്റ് വെക്ടർ നമ്മൾ എങ്ങനെ കാണുക, യൂണിറ്റ് വെക്ടർ ഈസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി ക്രോസ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ഇതിന്റെ തന്നെ എന്ത് കാണണം, നമ്മള് മാഗ്നിറ്റ്യൂഡ്. ആ കിട്ടിയ ഇതിന്റെ വെക്ടറിന്റെ എന്ത് ചെയ്യണം, മാഗ്നിറ്റ്യൂഡ് കാണണം. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് -2i പ്ലസ് 4j മൈനസ് 2k ഡിവൈഡഡ് ബൈ ഇതിന്റെ റൂട്ട് എന്താണ്, 4 പ്ലസ് 16 പ്ലസ് 4, അപ്പൊ ഈക്വൽ 24. അപ്പൊ -2i പ്ലസ് 4j പ്ലസ് മൈനസ് 2k ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 24 ആണ് നമുക്ക് എന്ത് കിട്ടുക, അവിടെ യൂണിറ്റ് വെക്ടർ ആയിട്ട് കിട്ടുക. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മാത്സ് ഒക്കെ ഒന്ന് നന്നായിട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇതേ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ഒന്നും കൂടിയും ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അതൊക്കെ മിസ് ചെയ്യാതെ ചെയ്ത് പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഡൗട്ടൊക്കെ ഒന്ന് കമൻറ്റ് ചോദിച്ചാൽ മതി. അടുത്ത വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. ചിൽഡ്രൻ ബൈ.